എല്ലാ രക്ഷിതാക്കളും കാണേണ്ട ഒരു വീഡിയോ കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് വയനാട് സുൽത്താൻ ബത്തേരി മണിച്ചിറ മദ്രസയിലുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മളെ കുട്ടികളെ കല്യാണം കഴിച്ചു വിടുന്ന രക്ഷിതാക്കൾ, അതായത് ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആണും പെണ്ണും ഈ ഒരു വീഡിയോ കാണാം. അവർക്ക് വേണ്ടി ഇന്നൊരു ക്ലാസ് ഉണ്ട് മണിച്ചിറ വെച്ചിട്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. വാ. അസ്സലാമു അലൈക്കും സാർ. വലൈക്കും അസ്സലാം. നമ്മൾ ഈ ക്ലാസിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു തരുമോ? സമസ്ത സുന്നി മഹല്ല് ഫെഡറേഷൻ നടപ്പിലാക്കുന്ന പ്രീമാരിറ്റൽ കോഴ്സാണ് നമ്മളിവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സക്കാത്ത്, ഹജ്ജ്, ഉംറ ജീവിതത്തിൽ വലിയ പ്രാധാന്യമേറിയ ഇബാദത്തുകളാണ് ഇവയൊക്കെ. അതിനെക്കുറിച്ച് കുറേ പഠനം നടത്തിയിട്ടാണ് നമ്മളതിലേക്ക് പ്രവേശിക്കുക. പക്ഷെ ഒരു ആയുസ് നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ വിവാഹ ജീവിതത്തിനെ കുറിച്ച് എന്തറിവാണ് നമ്മുടെ മക്കൾ നേടുന്നത്? സത്യത്തിൽ അതിനെക്കുറിച്ച് എന്ത് ധാരണയാണ് നമ്മുടെ മക്കൾക്കുള്ളത്? രക്ഷിതാക്കൾ ദിവസം നിശ്ചയിച്ച് അതിനുവേണ്ടി ഒരുങ്ങുക എന്നല്ലാതെ ഒരു തയ്യാറെടുപ്പ് നമ്മുടെ മക്കൾക്ക് സാധാരണ ഉണ്ടാവാറില്ല. ഈ ഘട്ടത്തിലാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ നമ്മുടെ മഹല്ല് തലങ്ങളിൽ പ്രീമാരിറ്റൽ കോഴ്സ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വിവാഹ ജീവിതത്തിന്റെ മനഃശാസ്ത്രങ്ങളെ മനോഹരമായി അവലോകനം ചെയ്യുന്ന പ്രീമാരിറ്റൽ കോഴ്സ് നമ്മുടെ മഹല്ലുകളിൽ മുഴുവനും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കോഴ്സ് പൂർത്തിയാക്കുന്നതോടുകൂടെ ഒരു സർട്ടിഫിക്കറ്റും ലൈറ്റ് ഓഫ് ലൈഫ് എന്ന മനോഹരമായൊരു പുസ്തകവും കുട്ടികൾക്ക് ലഭ്യമാകും. ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നമ്മുടെ മഹല്ലുകളിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രേഖ കൊടുക്കാറുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്. ആ രേഖ കൈമാറ്റം ഇനി നടക്കണമെന്നുണ്ടെങ്കിൽ പ്രീമാരിറ്റൽ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് അനിവാര്യമാണ് എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുൽത്താൻ ബത്തേരി താലൂക്കിലെ വിവിധ മഹല്ലുകളിൽ ഇപ്പോൾ പ്രീമാരിറ്റൽ കോഴ്സ് വ്യാപകമാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കോഴ്സാണ് നമ്മുടെ മദ്രസയിൽ ഇന്ന് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേറെയായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിക്കുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമല്ല. അതിനുശേഷമുള്ള ദാമ്പത്തിക ജീവിതം സന്തോഷത്തോടു കൂടി മുമ്പോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഏറ്റവും ശ്രമകരമായ ദൗത്യം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക എന്നതാണ് ഈ കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഇതിൽ പങ്കെടുത്ത ഒരു കുട്ടി ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒരു ധാരണയോടുകൂടെയാണ് അവർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വരുന്നത്. നിങ്ങൾക്ക് അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ പരിശോധിച്ച് അറിയാൻ കഴിയും. പക്ഷെ ഈ കുട്ടികൾക്ക് മാത്രം വിവരം കിട്ടിയാൽ പോരല്ലോ. ഈ കുട്ടികൾ ജീവിക്കുന്ന ആ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഘടകമാണ് മാതാപിതാക്കളും കുടുംബാംഗങ്ങളൊക്കെ. ഈ കുട്ടികളുടെ മാത്രം രക്ഷിതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പാരന്റ്സ് മീറ്റ് വിപുലമായ തോതിൽ തന്നെ ഇൻഷാ അല്ലാഹ് സുൽത്താൻ ബത്തേരിയിൽ വെച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോ നമ്മുടെ ഈ മഹല്ലുകളിൽ നിലവിൽ ഇവിടെ ഉള്ള കുട്ടികൾക്കാണ് ഓഫ്ലൈൻ ആയിട്ട് ഇങ്ങനെ ക്ലാസ് കൊടുക്കാൻ കഴിയുക. ഇപ്പൊ പല ബിസിനസ് ആവശ്യാർത്ഥം ചെറുപ്പക്കാർ പല ഭാഗങ്ങളിൽ പോയിട്ടുണ്ടാവും, ഗൾഫിൽ പോയ ആളുകളുണ്ടാവും, പഠിക്കുന്ന കുട്ടികളുണ്ടാവും. പഠിക്കുന്ന ഇപ്പൊ ബാംഗ്ലൂര്, കോഴിക്കോട് അവിടെ ഇവിടെയൊക്കെ ദൂരത്ത് പോയി പഠിക്കുന്ന മക്കളുണ്ടാകും. ഈ മക്കൾക്കൊക്കെ ഓൺലൈനിലൂടെ ഒരുപാട് കുട്ടികൾക്ക് നമ്മുടെ ഈ മണിച്ചിറയിൽ തന്നെ ഒരുപാട് കുട്ടികൾക്ക് ഓൺലൈനിലൂടെ കോഴ്സ് പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റ് നേടാൻ കഴിയും. ഈ ഒരു സുഖം ഡയറക്റ്റ് ആയിട്ട് കൂട്ടായിട്ട് പഠിക്കുന്ന ആ ഒരു സുഖം കിട്ടൂലെങ്കിലും പരിപൂർണമായിട്ടും അവർ ശ്രദ്ധയോട് കൂടെ കേൾക്കുകയാണെങ്കിൽ ഒരു ധാരണ, വിവാഹത്തെക്കുറിച്ചുള്ള ഒരു ധാരണയും ആ ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു പഠനവും അവർക്ക് ലഭിക്കും. വെറും മൈലാഞ്ചി ചുവപ്പും പന്തലും മാത്രമാണ് കല്യാണം എന്നുള്ള ധാരണ വിട്ട് എന്താണ് പച്ചയായ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്ന് അവർക്ക് ബോധ്യം. ക്ലാസ് എല്ലാം കഴിഞ്ഞ് എന്തായാലും ഇവിടെ ഇങ്ങനെ നല്ല സമാധാനത്തോടെ നിൽക്കുകയാണ്. അപ്പൊ ഇപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞ് അപ്പൊ കുട്ടികൾ തമ്മിലുള്ള ഒരു സംസാരം ഉണ്ടായല്ലോ. അപ്പൊ എന്താണ് ഈ ക്ലാസ് കഴിഞ്ഞതിന്റെ ഉസ്താദിന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്? കുട്ടികളുടെ ഫീഡ്ബാക്ക് വളരെ അത്ഭുതകരമാണ്. കാരണം പല കുട്ടികളും പ്രതികരിച്ചത് എന്താന്ന് വെച്ചാൽ ഉമ്മാന്റെ നിർബന്ധത്തിന് മഹല്ല് സെക്രട്ടറി പ്രസിഡന്റ് അയ്യൂബൊക്കെ ആ വിഷയത്തിൽ ഇടപെട്ടത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. എനിക്ക് ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്തതിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് എന്നോ തുടങ്ങേണ്ടതാണെന്നും ഇത് ഞങ്ങളുടെ കപ്പിൾസിനും ഇത് നമ്മൾ വിവാഹം ചെയ്യാൻ വേണ്ടി പോകുന്ന എല്ലാവർക്കും ഇത് കൊടുക്കണമെന്നും ഇത് വലിയൊരു മുതൽക്കൂട്ടാണെന്നും ഞാൻ കുറച്ചും കൂടി ഈമാനിയായി ഒരു കുട്ടി പറഞ്ഞത്. ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എനിക്കിതിൽ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ ക്ലാസ് കഴിഞ്ഞതോടുകൂടെ എനിക്ക് പുതിയൊരു ജീവിതത്തിനുള്ള ഒരു തയ്യാറെടുപ്പ്, വെറും വിവാഹ ജീവിതത്തിന് മാത്രമല്ല മതപരമായുള്ള ഒരു താല്പര്യം കൂടി എനിക്കുണ്ടായി എന്ന് തുടങ്ങി വലിയ ഫീഡ്ബാക്ക് തന്നെ അവർ എഴുതി വെച്ചതും അവർ പറഞ്ഞതും കൗതുകപൂർവവും അത്ഭുതപൂർവവും അല്ല നമുക്ക് കേൾക്കാൻ കഴിയില്ല. നമുക്ക് ഈ ക്ലാസ് ഒന്നും കാണാൻ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഇപ്പൊ പെട്ടെന്ന് ഇപ്പം ജോലി സംബന്ധമായിട്ടും പഠിപ്പ് സംബന്ധമായിട്ടും അവർക്ക് ഇത് കാണാൻ പറ്റിയില്ല. അപ്പൊ അവർക്ക് ഇത് പഠിക്കാൻ ഉള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇതിനെ കുറിച്ച് മനസ്സിലാക്കാൻ പഠിക്കാനാണെങ്കിൽ ഓൺലൈൻ സംവിധാനമാണ്. ഇത് സംവിധാനത്തെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ ഗൂഗിളിൽ കയറിയിട്ട് സുന്നി മഹല്ല് ഫെഡറേഷന്റെ പ്രീമാരിറ്റൽ കോഴ്സുമായി ബന്ധപ്പെട്ട ആ സൈറ്റിൽ കയറിയിട്ട് അതുമായി ബന്ധപ്പെട്ട ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതാ സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ എന്നുള്ളത് വരും. അതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടില്ല മഹല്ല് ഫെഡറേഷന്റെ എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങൾ അറിയാനുള്ളതാ. ഇപ്പൊ സർവേ, സ്വദേശി, ഇതൊക്കെ സുന്നി മഹല്ല് ഫെഡറേഷന്റെ പദ്ധതികളാണ്. വിവാഹത്തിന് മുമ്പുള്ള കോഴ്സ് ഇതിൽ അമർത്തി കഴിഞ്ഞാൽ
അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും എത്ര വിഷയങ്ങൾ ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്, 4 വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ 4 വിഷയങ്ങളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിലിങ്ങനെ വരുന്നുണ്ട്. ഇത് ഓരോ സെഷനായിട്ട് പിന്നെ വരുന്നുണ്ട്. അപ്പൊ അതില് മിസ്സായി പോയി എന്ന് വെച്ചിട്ട് ആരും ടെൻഷൻ ഒന്നും അടിക്കണ്ട. ആഗ്രഹമുള്ളവർ അതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് പഠിക്കാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ എല്ലാ സെന്ററുകളിലും, നമ്മുടെ ഇവിടെ മാത്രമല്ല, മണിച്ചിറ മാത്രമല്ല, സുൽത്താൻ ബത്തേരി താലൂക്കിൽ മാത്രമല്ല, കേരളത്തിലൂടെ നീളം ഇത് നടന്നുകൊണ്ട് മാത്രമല്ല. ഇതിന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ ഇനി വിവാഹം നടത്തി കൊടുക്കണം എന്നുണ്ടെങ്കിൽ, നിക്കാഹ് നടത്തി കൊടുക്കുക ധാർമ്മികമായ ഒരു കടമയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇത് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനൊരു പരിപാടി, ഇങ്ങനൊരു പദ്ധതി ഇവിടെ മണിച്ചിറയിൽ നിന്ന് തുടക്കമായത് ഒരുപാട് സന്തോഷമുണ്ട്. മണിച്ചിറയിലെ ഇതിന്റെ തുടർച്ച എന്തായാലും നമ്മുടെ നാട്ടില് ഉണ്ടായത് കൊണ്ട് വളരെ നമ്മുടെ നാടായ മണിച്ചിറയിൽ ഇങ്ങനെ ഉണ്ടായത് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാ ഈ ഒരു മെസ്സേജ് അവർക്ക് കിട്ടി, അവരിത് ഇതുപോലെ ജീവിച്ച് മുന്നോട്ട് പോകട്ടെ. തീർച്ചയായും നമ്മുടെ മക്കൾക്കൊക്കെ അതൊരു വലിയ മുതൽക്കൂട്ടാവട്ടെ. ഇത് വലിയ കാരണമായിട്ട് ഇത് ഏറ്റെടുക്കാനുള്ള ഒരു മനോഭാവം മഹല്ലുകൾക്കും ഉണ്ടാവട്ടെ. ഇൻഷാ അല്ലാ. ഓക്കെ, അസ്സലാമു അലൈക്കും.